Good morning. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ്, ദാറ്റ് ഈസ് ഇൻ്റഗ്രേഷൻ എറൗണ്ട് സെമി സർക്കിൾ. അപ്പോൾ നമ്മളിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് i = ഇൻ്റഗ്രൽ f(x) dx എന്നുള്ള ഒരു ഫംഗ്ഷനാണ് ഫ്രം -∞ ടു +∞. ഈ ഒരു ഫംഗ്ഷനാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഈ ഫംഗ്ഷൻ ഈ ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ, നമ്മളിതിലൊരു മെത്തേഡ് പഠിക്കും. ഈ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇവിടെ f(x) കണ്ടിട്ടുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോംപ്ലക്സ് ഫംഗ്ഷൻ നമ്മൾ കാണണം, f(z). അതെന്ന് പറഞ്ഞത് അനലിറ്റിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കണം. എന്ത് f(z) എന്ന് പറയുന്നത് ഈ അനലിറ്റിക് ആവുന്നത് എവിടെയാണ്? ഇൻ ദ അപ്പർ ഹാഫ് പ്ലെയിൻ. അപ്പർ ഹാഫ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഈ ഒരു കോണ്ടൂർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ കോണ്ടൂറിൻ്റെ അകത്ത് f(z) എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു അനലിറ്റിക് ആയിരിക്കണം, എക്സെപ്റ്റ് ഫോർ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോൾസ്. അതായത് ഈ ഒരു പ്ലെയിനിൽ നമുക്ക് എന്തുണ്ടാകും? പോൾസുകൾ വരാം. ആ പോൾസ് ഒഴികെയുള്ള ബാക്കി എല്ലാ റീജിയണിലും, മീൻസ് ഈ ഹാഫ് പ്ലെയിൻ സെമി സർക്കിളിൽ അല്ലെങ്കിൽ ഹാഫ് പ്ലെയിനിൽ, അപ്പർ ഹാഫ് പ്ലെയിനിൽ എന്തായിരിക്കണം? അനലിറ്റിക് ആയിരിക്കണം. അപ്പോൾ ഇതിനകത്ത് 2-3 പോൾസ് വരുന്നതുകൊണ്ട് പ്രശ്നമില്ല. ആ ഒരു പോയിന്റിൽ വെച്ച് ബാക്കി എല്ലാ പോയിന്റിലും ഇൻസൈഡ് ദ അപ്പർ ഹാഫ് പ്ലെയിൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ അനലിറ്റിക് ആയിരിക്കണം എന്നതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, f(z)ന് പോൾസ് വരേണ്ടത് റിയൽ ആക്സിസിൽ വരാൻ പാടില്ല. റിയൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആക്സിസിൽ എന്ത് ചെയ്യാൻ പാടില്ല? പോൾസ് വരാൻ പാടില്ല, അതായത് സിംഗുലാർ പോയിന്റുകൾ വരാൻ പാടില്ല. അപ്പോൾ f(z) ഹാസ് നോ പോൾസ് ഓൺ ദ റിയൽ ആക്സിസ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇമാജിനറി ആക്സിസിൽ വരാം. ഈ ഒരു പൊസിഷനിലോ അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിലൊക്കെ എന്ത് ചെയ്യാം? നമ്പേഴ്സ് എന്താ പറയുക, ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സിംഗുലാരിറ്റീസ് വരാം. പക്ഷേ ഇവിടെ വരാം, ഈ ഒരു ലൈനിൽ എന്ത് ചെയ്യാൻ പാടില്ല? വരാൻ പാടില്ല എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത്, f(z) എന്ന് പറയുന്നത് ഈസ് ടെൻസ് ടു 0 ഇഫ് z ഈസ് ടെൻസ് ടു ഇൻഫിനിറ്റി. സെഡിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ f(z)ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വാനിഷസ്. ഈ ഒരു 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻ്റഗ്രലിനെ നമ്മൾ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, i = ഇൻ്റഗ്രൽ -r to r f(x) dx പ്ലസ് ഇൻ്റഗ്രൽ cr f(z) dz. That is equal to 2πi into sum of all residues within C. ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഈ ഫോർമുല എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഇവിടെ നോക്കാം. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്ലെയിൻ എന്ന് പറയുന്നത് അപ്പർ ഹാഫ് പ്ലെയിൻ. ഓക്കെ, ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് -r, ഇത് ക്യാപിറ്റൽ R ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ കാണുന്നതിന് വേണ്ടി, ഓക്കെ, ദിസ് വൺ ഇവിടെ -r ഇവിടെ ക്യാപിറ്റൽ R നമ്മൾ കൺസിഡർ ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ നമുക്ക് കാണണം. ഇൻ്റഗ്രേഷൻ കാണാൻ വേണ്ടി ആദ്യം ഈ ലൈനിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ റിയൽ ആക്സിസ് മാത്രമേ വരുന്നത്, ഇമാജിനറി ആക്സിസ് എന്ന് പറയുന്നത് ആ കേസിൽ 0 ആയിരിക്കും. സോ നമുക്കിവിടെ കംപ്ലീറ്റ് എക്സിൻ്റെ ടേംസിലായിരിക്കും നമ്മളിവിടെ എന്ത് ചെയ്യുക? ഫംഗ്ഷൻ എഴുതേണ്ടത്. വൈൻ്റെ ടേംസ് ഇവിടെ ആബ്സെൻ്റ് ആയതുകൊണ്ട് നമുക്ക് വൈൻ്റെ ടേംസിൽ എഴുതണ്ട. അപ്പോൾ -r മുതൽ ക്യാപിറ്റൽ R വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. പ്ലസ് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സർക്കുലർ പാത്തിലാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ സർക്കുലർ പാത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ എക്സും വൈയും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓരോ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സ് ഉണ്ടാവും, ഒരു വൈ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിവിടെ സെഡ് വെച്ചിട്ട്, സെഡ് എന്ന് പറഞ്ഞാൽ x + iy, റിയലും ഇമാജിനറിയും വരുന്നൊരു ടേമാണ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2πi into sum of all residues within ക്യാപിറ്റൽ C. ക്യാപിറ്റൽ C എന്ന് പറയുന്നത് ഈ ഒരു കോണ്ടൂറിനാണ് ക്യാപിറ്റൽ C എന്ന് പറയുന്നത്. ഓക്കെ,
ഈ രീതിയിലാണ് നമ്മുടെ ഈ ഒരു പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ ആദ്യം ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു, എന്നിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇതിൻ്റെ തിയറി പാർട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോവാം. ഇവാലുവേറ്റ് I is equal to integral 0 to infinity 1 divided by 1 plus x square into dx. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ എന്നുള്ള ടേമാണ്. ഓക്കെ, അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോംപ്ലക്സ് ഫംഗ്ഷൻ നമുക്ക് എന്ന് എഴുതാം 1 ഡിവൈഡ് ബൈ 1 പ്ലസ് സെഡ് സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതിൻ്റെ സിംഗുലർ പോയിൻ്റ് നമുക്ക് കൺസിഡർ ചെയ്യണം. സിംഗുലർ പോയിൻ്റ് എവിടെ വരാൻ പാടില്ല, റിയൽ ആക്സിസിൽ വരാൻ പാടില്ല. അപ്പോൾ ഇവിടുത്തെ സിംഗുലർ പോയിൻ്റ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് ഐ എന്നുള്ളതായിരിക്കും. അതായത് ഇമാജിനറി ലൈനിലാണ് ഇവിടുത്തെ എന്ത് ചെയ്യുന്നത്, സിംഗുലർ പോയിൻ്റ് വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ ഇവിടെ എന്താണ്, ആക്സെപ്റ്റബിൾ ആണ്. അതിൽ സിംഗുലർ പോയിൻ്റ് നമുക്ക് പ്ലസ് ഐ മാത്രം എടുത്താൽ മതി. അത് ഹാഫ് പ്ലെയിനിലാവുമ്പോഴുള്ള കേസാണ്. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് നമ്മൾ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പോൾ 1 ഡിവൈഡ് ബൈ 1 പ്ലസ് സെഡ് സ്ക്വയറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിംഗുലർ പോയിൻ്റ് എന്ന് പറയുന്നത് സെഡ് 0 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ. പിന്നെ പറയുന്നത് സെഡിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് സെഡിൻ്റെ വാല്യൂ എവിടേക്ക് പോകണം, 0ലേക്ക് പോകണം. അപ്പോൾ ഇവിടെ ഇൻഫിനിറ്റി കൊടുക്കുകയാണെങ്കിൽ 1 ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ 3 കണ്ടീഷൻസ് നമുക്കിവിടെ എന്ത് ചെയ്യണം, ഓക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഇൻറ്റഗ്രേഷൻ എറൗണ്ട് സെമി സർക്കിൾ എന്നുള്ളൊരു കേസ് നമുക്കിവിടെ എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് 0 ടു ഇൻഫിനിറ്റിയാണ് ഇവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ 0 ടു ഇൻഫിനിറ്റി കാണുന്നതിന് പകരം നമ്മൾ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഉള്ള കേസാണ് നമ്മൾ കാണുന്നത്. അതിനെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഈ റിലേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടേം, ഈ ഒരു ഫംഗ്ഷനാണ് നമ്മൾ ആദ്യം കാണുന്നത്. ദെൻ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ഇത് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞു. കറസ്പോണ്ടിങ് എഫ് ഓഫ് സെഡ് പറഞ്ഞു. ഇനി നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന സിംഗുലർ പോയിൻ്റ് എന്ന് പറയുന്നത് സെഡ് 0 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ എന്നതാണ്. ഇവിടെ എടുക്കേണ്ടത് 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാവുന്നത് കൊണ്ട് നമുക്കിവിടെ എടുക്കേണ്ടത് അപ്പർ ഹാഫ് പ്ലെയിനാണ് നമുക്ക് എടുക്കേണ്ടത്, അപ്പർ ഹാഫ് പ്ലെയിൻ. ഓക്കെ, ഇതിൽ പ്ലസ് ഓർ മൈനസ് ഐ എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനിലായിരിക്കും വരിക, പ്ലസ് ഐ മൈനസ് ഐ വരുന്നത് ഈ ഒരു പൊസിഷനിലാണ്. സോ നമ്മുടെ കോണ്ടൂറിൻ്റെ അകത്ത് വരുന്നത് ഒരു പോയിൻ്റ് മാത്രമാണ്, ഇത് വരുന്നത് ഔട്ട് സൈഡാണ്. ഓക്കെ, അപ്പോൾ ഇൻസൈഡിൽ വരുന്നത് പ്ലസ് ഐ എന്നുള്ള ടേമും ഔട്ട് സൈഡിൽ മൈനസ് ഐ എന്നുള്ള ടേമും വരുന്നുണ്ട്. ഇത് മൈനസ് ആർ, ഇവിടെ ക്യാപിറ്റൽ ആർ റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോന്നിനും അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ റിലേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഓഫ് എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് എക്സിൻ്റെ ടേംസ് നമ്മൾ ആദ്യം എഴുതുന്നു, എക്സിൻ്റെ ടേംസിൽ എഴുതുന്നു മൈനസ് ആർ ടു ആർ പ്ലസ് സി ആർ എഫ് ഓഫ് സെഡ് ഡി സെഡ് that is equal to 2 pi I into sum of all residue according to this theorem. ഓക്കെ, അപ്പോൾ നമുക്ക് റെസിഡ്യൂ കാണണം. റെസിഡ്യൂ ഒരു പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. സോ സെഡ് ഇസ് ഈക്വൽ ടു പ്ലസ് ഐ. പ്ലസ് ഐ എന്ന് വരുമ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, സെഡ് പ്ലസ് ഐ ഇൻറ്റു സെഡ് മൈനസ് ഐ എന്നുള്ള ഫോമിലേക്ക് നമുക്ക് ഈ ഫംഗ്ഷനെ മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സിമ്പിൾ പോളാണ് വരുന്നത്. സോ നമുക്ക് റിലേഷൻ യൂസ് ചെയ്തിട്ട് ഈ ഒരു, അതായത് റിലേഷൻ എന്തായിരുന്നു, സിമ്പിൾ പോളാണെങ്കിൽ എ മൈനസ് 1 ഇസ് ഈക്വൽ ടു ലിമിറ്റ് സെഡ് ടെൻസ് ടു സെഡ് 0 സെഡ് മൈനസ് സെഡ് 0 ഇൻറ്റു എഫ് ഓഫ് സെഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ സെഡ് മൈനസ് ഐയും ഇവിടുത്തെ സെഡ് മൈനസ് ഐയും ക്യാൻസൽ ചെയ്തു, ലിമിറ്റ് കൊടുത്തു. അപ്പോൾ മൈനസ് I/2 എന്നുള്ള ടേം നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 pi I ഇൻറ്റു ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഓഫ് എഫ് ഓഫ് സെഡ്. അതായത് ഈ മൊത്തം ഫംഗ്ഷൻ്റെ ഇൻറ്റഗ്രലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഓഫ് എഫ് ഓഫ് സെഡ് ഡി സെഡ് ഇസ് ഈക്വൽ ടു 2 pi I ഇൻറ്റു റെസിഡ്യൂ ദാറ്റ് ഈസ് മൈനസ് I/2 ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ. ഓക്കെ, ചൂം ക്യാൻസൽ ചെയ്തു, ഐ ഇൻറ്റു മൈനസ് ഐ ദാറ്റ് ഈസ് പ്ലസ് 1 ഇൻറ്റു പൈ വരും. ഇനി ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഓഫ് എഫ് ഓഫ് സെഡ് ഡി സെഡ് ഇസ് ഈക്വൽ ടു അക്കോർഡിംഗ് ടു ഇൻറ്റഗ്രേഷൻ അറൗണ്ട് എ സെമി സർക്കിൾ ഇൻറ്റഗ്രൽ മൈനസ് ആർ ടു ആർ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ സി ആർ എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്നതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 pi I ഇൻറ്റു സം ഓഫ് ഓൾ റെസിഡ്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ. ഓക്കെ, ഇനി നമ്മൾ ആറിൻ്റെ വാല്യൂ നമ്മൾ എന്ത് കൊടുക്കുകയാണ്, ഇൻഫിനിറ്റി എന്നുള്ള ടേം നമ്മൾ കൊടുക്കുകയാണ്. ആറിന് ഇൻഫിനിറ്റി എന്നുള്ള ടേം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്യും, വാനിഷ് ചെയ്ത് പോകും എന്ന് നമ്മൾ പറഞ്ഞു. സോ ഈ ടേം ഇവിടെ എന്ത് ചെയ്തു, 0 ആയിട്ട് പോയി. ഇഫ് ആർ ഇസ് ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ നമ്മൾ പഠിച്ചത് സെഡ് ഇസ് ടെൻസ് ടു ഇൻഫിനിറ്റി എന്നുള്ളൊരു ടേമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സെഡ് ഇസ് ഈക്വൽ ടു
ആർ ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റയാണ്. അപ്പോൾ സെഡ് ഇൻഫിനിറ്റിയിലേക്കാണെങ്കിൽ ആർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇൻഫിനിറ്റിയിലേക്ക് പോകും. അതിനാണെങ്കിൽ ഈ ഫംഗ്ഷൻ നമുക്ക് പിന്നെ കാണേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ മൈനസ് ആർ എന്നതിന് പകരം നമുക്ക് മൈനസ് ഇൻഫിനിറ്റി എന്ന് കൊടുക്കാം, ആറിന് പകരം ഇൻഫിനിറ്റി എന്ന് കൊടുക്കാം. 1/1 + s² dx + 0 ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടിയ റിലേഷൻ മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി 1/1 + s² dx ഈസ് ഈക്വൽ ടു പൈ എന്നുള്ളത് കിട്ടി. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻ്റഗ്രലാണ് നമ്മളിവിടെ കണ്ടെത്തിയിട്ടുള്ളത്. നമുക്ക് കാണാനുള്ളത് 0 to ഇൻഫിനിറ്റിയാണ്. നമുക്ക് കിട്ടിയത് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക് കിട്ടിയതിനെ 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ്റെ, അതായത് ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ 0 to ഇൻഫിനിറ്റി f(x) നമുക്ക് ഇവിടെ ഫംഗ്ഷൻ കൊടുക്കാം. 1/1 + s² എന്നുള്ള ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് π/2 ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമുക്ക് ഈ ഒരു കേസിൽ നമ്മൾ ചെയ്യേണ്ട റിലേഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു ഫോർമുല എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോണ്ടൂർ എന്ന് പറയുന്നത് ഒരു സെമി സർക്കുലർ ആയിട്ടുള്ള അപ്പർ ഹാഫിൽ ഒക്യുപ്പൈ ചെയ്യുന്ന ഒരു സെമി സർക്കിളാണ് നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടത്, കൺസിഡർ ചെയ്യേണ്ടത് എന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ആപ്ലിക്കേഷൻ പറയുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു തിയറം നമുക്ക് പഠിക്കണം, ജോർദാൻ ലമ്മ തിയറം. ഈ തിയറം നമ്മൾ പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ മൂന്നാമത്തെ 4ാമത്തെ ആപ്ലിക്കേഷനിൽ നമുക്ക് ഈ ഒരു തിയറം നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ജോർദാൻ ലമ്മ തിയറം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇഫ് φ(z) ഈസ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ, നമ്മളൊരു ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം φ(z), അതൊരു കോംപ്ലക്സ് ഫംഗ്ഷനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. such that it is analytic in the upper half plane except a finite number of poles. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അപ്പർ ഹാഫ് പ്ലെയിനിൽ എന്താണ് ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്, എക്സെപ്റ്റ് അറ്റ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോൾസ്. നമുക്ക് എണ്ണാൻ പറ്റുന്ന പോൾസ് ഒഴികെ ബാക്കി എല്ലാ പോയിന്റിലും അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ റീജിയനിലും ഈ ഫംഗ്ഷൻ ദാറ്റ് മീൻസ് φ(z) എന്ന് പറയുന്നത് എന്താണ്, അനലിറ്റിക് ആണ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷന് φ(z) ഈസ് അപ്രോച്ച് ടു 0 ഇഫ് z is equal to ഇൻഫിനിറ്റി. z ഇൻഫിനിറ്റി എന്ന് പറഞ്ഞെങ്കിൽ ദാറ്റ് ഈസ് r ടെൻസ് ടു ഇൻഫിനിറ്റി. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് r ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ c e raised to I m z φ(z) dz. അതായത് ഈ φ(z)ൻ്റെ ഒരു കണ്ടീഷൻസാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്, ഈ 2 കണ്ടീഷൻ പറഞ്ഞത്. dz എന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും ഇഫ് m ഈസ് പോസിറ്റീവ്. അതായത് ഈ ഒരു വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഫംഗ്ഷനാണ് നമുക്ക് തരുന്നതെങ്കിൽ ഇതിലെ ഫംഗ്ഷൻ കോംപ്ലക്സ് ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുക φ(z). ഈ φ(z) ഈ 2 കാര്യം നമുക്കിവിടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും എന്നാണ് ജോർദാൻ ലമ്മ തിയറം പറയുന്നത്. ഓക്കെ, വെർ സി ഈസ് ദ സെമി സർക്കിൾ വിത്ത് സെൻറ്റേഡ് അറ്റ് ഒറിജിൻ. അപ്പോൾ ജോർദാൻ ലമ്മ തിയറം പറയുന്നത് ഈ φ(z) ഈസ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ സച്ച് ദാറ്റ് ഇറ്റ് ഈസ് അനലിറ്റിക് ഇൻ ദ upper half plane except at a finite number of poles and φ(z) tends to 0 as x tends to infinity. Then limit r tends to infinity integral c e raised to I m z φ(z) dz that is equal to 0 where m is positive quantity, positive number, and c is the semicircle with the centered at origin. Okay, എന്നതാണ് ഇതിൻ്റെ പ്രൂഫ്, ഇതിൻ്റെ തിയറം പറയുന്നത് അറ്റ് റേഡിയസ് ആർ. അതായത് ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 ആയിട്ടുള്ള ഒരു റേഡിയസ്. ഇതിൻ്റെ പ്രൂഫിലേക്ക് നമുക്ക് പോകണം. അപ്പോൾ പ്രൂഫ് പോകാൻ വേണ്ടി നമ്മൾ z is equal to റേഡിയസ് 6 ആണ്, അപ്പോൾ r e raised to I theta എന്ന് കൊടുത്തു, dz is equal to this one. ഓക്കെ, ഇനി φ(z) എന്ന് പറയുന്നത് ഒരു ഡെൽറ്റ എന്ന് പറയുന്ന ഒരു വേരിയബിളായിട്ട് നമ്മൾ അസ്യൂം ചെയ്യാണ്. അതായത് ഇഫ് മോഡുലസ് ഓഫ് φ(z) എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് ദാൻ ഡെൽറ്റ. ഡെൽറ്റ ഈസ് എ വാല്യൂ, ഇറ്റ് ഈസ് വെരി സ്മോൾ വാല്യൂ ഡിപ്പെൻഡിങ് ഓൺ ദ റേഡിയസ്. റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ് എന്ത്, ചെറിയൊരു വാല്യൂ ആണ് ഡെൽറ്റ എന്ന് പറയുന്ന ഒരു വാല്യൂ. അത് മോഡ് ഓഫ് φ(z)ൻ്റെ വാല്യൂ ആണ് നമ്മൾ ലെസ് ദാൻ ഡെൽറ്റ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ c e raised to I m z φ(z) dz is equal to മോഡുലസ് ഓഫ് 0 to π സെഡിന് പകരം നമ്മൾ r ഇൻറ്റു ഇ റേസ്റ്റ് ടു ഐ തീറ്റ കൊടുത്തു. ഇവിടെയും സെഡ് വരുന്നുണ്ട്, r ഇൻറ്റു ഇ റേസ്റ്റ് ടു ഐ തീറ്റ കൊടുത്തു. ഇവിടെ ഡി സെഡ് വരുന്നുണ്ട്, സോ ഐ ഇൻറ്റു ആർ ഇൻറ്റു ഇ റേസ്റ്റ് ടു ഐ തീറ്റ ഇൻറ്റു ഡി തീറ്റ.
അതായത് സെഡിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഓക്കെ, ദെൻ ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്നതാണ്. കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഇവിടെ മോഡുലസ് ഉണ്ട്, ആ മോഡുലസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കാം ഫൈ ഓഫ് ആർ ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത് ഇവിടെ 3 മോഡുലസ് ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. മോഡുലസ് ഓഫ് ദിസ് ക്വാണ്ടിറ്റി ആൻഡ് ദിസ് വൺ ആൻഡ് ദിസ് വൺ. ഓക്കെ, ഇൻറ്റഗ്രലിനാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതൊരു മോഡുലസ് വാല്യൂ നമുക്ക് എടുക്കാം, ഇതൊരു മോഡുലസ് ആയിട്ട് എടുക്കാം, ഇതൊരു വേറൊരു മോഡുലസ് ആയിട്ട് എടുക്കാം. അപ്പോൾ മോഡുലസ് കാണുമ്പോൾ അതിൻ്റെ കോൺജുഗേറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണലാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് എക്സിൻ്റെ മോഡുലസ് കാണാൻ വേണ്ടി എക്സ് ഇൻറ്റു എസ് സ്റ്റാർ ഓൾ റേസ് ടു 1/2 ഇതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ അത് വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇ റേസ് ടു ഐ എം ആർ വരുന്നുണ്ട് കോസ് തീറ്റ പ്ലസ് ഇ റേസ് ടു ഐ എം ആർ ഐ സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു ഫംഗ്ഷൻ കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് ഇ റേസ് ടു മൈനസ് എം ആർ സൈൻ തീറ്റ എന്ന് വരും. ഓക്കെ, മോഡുലസ് ഓഫ് ഫൈ ആർ ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ ദാറ്റ് ഈസ് ഫൈ ഓഫ് സെഡ്. മോഡുലസ് ഓഫ് ഫൈ ഓഫ് സെഡ് അതിൻ്റെ വാല്യൂ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലെസ് ദാൻ ഡെൽറ്റ. അപ്പോൾ ഇവിടെ ലെസ് ദാൻ എന്നുള്ളൊരു കണ്ടീഷൻ നമ്മളിവിടെ കൊടുക്കുകയാണ്. ലെസ് ദാൻ എന്നുള്ളൊരു കണ്ടീഷൻ നമ്മളിവിടെ കൊടുത്തു. ദാറ്റ് ഈസ് എന്നുള്ളൊരു കണ്ടീഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡെൽറ്റ. ആ ഒരു ഡെൽറ്റ വാല്യൂ നമ്മളിവിടെ എഴുതി. പിന്നെ മോഡുലസ് ഓഫ് ഐ ഇൻറ്റു ആർ ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, ആർ എന്നുള്ള വാല്യൂ ആയിട്ട് നമുക്കിവിടെ കിട്ടുകയും ചെയ്യും. അതായത് ഐ ഇൻറ്റു ആർ ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ ഇൻറ്റു മൈനസ് ഐ ഇൻറ്റു ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ തീറ്റ എന്നതായിരിക്കും. ഐയും -1 ഇവിടെ പ്ലസ് ഐ ആർ സ്ക്വയർ ഇത് ഓൾ റേസ് ടു 1/2 വരുന്നുണ്ട് കേട്ടോ. ഇ റേസ് ടു ഐ തീറ്റ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ തീറ്റ ദാറ്റ് ഈസ് ഇ റേസ് ടു 0 ദാറ്റ് ഈസ് 1 ഓൾ റേസ് ടു 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു പൈ ഇ റേസ് ടു മൈനസ് എം ആർ സൈൻ തീറ്റ ഡെൽറ്റ ആർ ടി തീറ്റ. ഈ ഡെൽറ്റ എന്ന് പറയുന്നത് വേറൊരു ക്വാണ്ടിറ്റിയാണ്, ആർ എന്ന് പറയുന്നത് വേറൊരു ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ഒരിക്കലും ഡെൽറ്റ ആർ എന്നുള്ളൊരിതല്ല, വേരിയേഷനുമായി ബന്ധപ്പെട്ട ഒന്നുമല്ല. ഡെൽറ്റ ഇസ് വേറൊരു ക്വാണ്ടിറ്റി, ആർ എന്ന് പറയുന്നത് വേറൊരു ക്വാണ്ടിറ്റി. അതുകൊണ്ടാണ് കുറച്ച് സ്പേസ് ഇട്ട് എഴുതിയത്, കൺഫ്യൂഷൻ വരണ്ടെന്ന് കരുതിയിട്ട്. വേണമെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റൊക്കെയായിട്ട് നമുക്ക് എഴുതും ചെയ്യാം. ഓക്കെ, കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ആർ ഡെൽറ്റ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആറും ഡെൽറ്റയും വെവ്വേറെ ക്വാണ്ടിറ്റിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇൻറ്റഗ്രൽ 0 ടു പൈ ആണ്. അപ്പോൾ ഇവിടെ π/2 ആക്കി. π/2 ആക്കുമ്പോൾ നമുക്കിവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 0 ടു π/2 എന്നുള്ള ടേം ആക്കി മാറ്റിയപ്പോൾ നമ്മളിവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആർ നമ്മളിവിടെ ഇതാണ് ആർ ഇൻറ്റു ഡെൽറ്റ. കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇ റേസ് ടു മൈനസ് എം ആർ സൈൻ തീറ്റ ഡി തീറ്റ. കാരണം തീറ്റയുടെ ടേംസ് മാത്രം നമുക്കിവിടെ കരുതിയാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പുറത്തേക്ക് എടുക്കാം. ഇനി സൈൻ തീറ്റേൻ്റെ ടേംസ് നമുക്ക് കാണണം. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. ലിമിറ്റ് തീറ്റ ടെൻസ് ടു π/2 സൈൻ തീറ്റ ഡിവൈഡ് ബൈ തീറ്റ സീക്വൽ ടു 2π/π. ഓക്കെ, ഇവിടെ തീറ്റ സീക്വൽ ടു π/2 ആണ്. അതായത് സൈൻ തീറ്റ ഡിവൈഡ് ബൈ തീറ്റ സീക്വൽ ടു 2 ഡിവൈഡ് ബൈ പൈ അറ്റ് തീറ്റ സീക്വൽ ടു π/2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ സീക്വൽ ടു 2 തീറ്റ ഡിവൈഡ് ബൈ പൈ. എപ്പോഴാണ് വെൻ തീറ്റ സീക്വൽ ടു π/2 ആവുന്ന സമയത്ത്. അപ്പോൾ നമ്മളിവിടെ സൈൻ തീറ്റയ്ക്ക് പകരം 2 തീറ്റ ഡിവൈഡ് ബൈ പൈ എന്നുള്ളൊരു വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇ റേസ് ടു മൈനസ് എം ആർ 2 തീറ്റ ഡിവൈഡ് ബൈ പൈ ഇൻറ്റു ഡി തീറ്റ. ഓക്കെ, ദെൻ നമുക്കിതിൻ്റെ ഇൻ്റഗ്രൽ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഇൻറ്റു ഡെൽറ്റ ആർ ഇ റേസ് ടു മൈനസ് എം ആർ 2 തീറ്റ ഡിവൈഡ് ബൈ പൈ ഓൾ ഡിവൈഡ് ബൈ മൈനസ് എം 2 ആർ ഡിവൈഡ് ബൈ പൈ ഓൾ ഫ്രം 0 ടു π/2. ഓക്കെ, ഇവിടെ π/2 കൊടുക്കുകയാണെങ്കിൽ ഈ 2 ഈ പൈയും ക്യാൻസൽ ചെയ്ത് പോയി കംപ്ലീറ്റ് ഇ റേസ് ടു മൈനസ് എം ആർ എന്ന് വരും. ദെൻ 0 കൊടുക്കുകയാണെങ്കിൽ ഇ റേസ് ടു 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, മൈനസ് എം 2 ആർ ഡിവൈഡ് ബൈ പൈ നമ്മൾ പുറത്തേക്ക് എടുത്തും ചെയ്തു. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് റിലേഷൻ കിട്ടും. ഇനി നമ്മൾ സെഡ് ടെൻസ് ടു ഇൻഫിനിറ്റി എന്നുള്ളൊരു കേസ് കൊടുക്കുകയാണ്. അതായത് ആർ ടെൻസ് ടു ഇൻഫിനിറ്റി. ആറിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി കൊടുക്കുകയാണെങ്കിൽ ഡെൽറ്റ ഇസ് ടെൻസ് ടു 0 എന്നുള്ളൊരു കണ്ടീഷൻ നമുക്കിവിടെ കിട്ടും. ദെൻ ഡെൽറ്റ 0 ആണെങ്കിൽ, ഡെൽറ്റ 0 എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഫൈ ഓഫ് സെഡ് എന്ന് പറയുന്നത് 0 ആണ്. നമുക്ക് കണ്ടീഷൻ പ്രകാരം നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, ഫൈ ഓഫ് സെഡിനെ നമ്മൾ ഡെൽറ്റ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെൽറ്റയുടെ വാല്യൂ 0ലേക്ക് അപ്രോച്ച് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലിമിറ്റ് ഇവിടെ ഡെൽറ്റ എന്നുള്ള വാല്യൂ വരുന്നുണ്ട്. സോ ഈ ടേം എന്ന് പറയുന്നത് എന്ത് ചെയ്യും, 0 ആണ് നമുക്ക് എഴുതാൻ പറ്റും. സോ മോഡുലസ് ഓഫ് ഇൻറ്റഗ്രൽ ഇ റേസ് ടു ഐ എം സെഡ്
ഫൈ ഓഫ് സെഡ് ഡി സെഡ് ഇസ് ഈക്വൽ ടു 0 എന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻ്റഗ്രല് ഒരു എക്സ്പൊണൻഷ്യൽ വരുന്നുണ്ട്, ഒരു ഫങ്ഷൻ വരുന്നുണ്ട്, ദെൻ ഡി സെഡ്. ഇതിൻ്റെ വാല്യൂ 0 ആയിരിക്കും എപ്പോൾ? ഇഫ് ഫൈ ഓഫ് സെഡ് ഈസ് അനലിറ്റിക് ഇൻ എ അപ്പർ ഹാഫ് പ്ലെയിൻ ആൻഡ് ആർ ടെൻസ് ടു ഇൻഫിനിറ്റി, ഫൈ ഓഫ് സെഡ് ഈസ് ടെൻസ് ടു 0. ഈ രണ്ട് കണ്ടീഷനും ഒക്യുപ്പൈ അല്ലെങ്കിൽ വാലിഡ് ആവുന്ന അല്ലെങ്കിൽ അപ്രൂവൽ ആവുന്ന കേസിൽ ഫങ്ഷൻ്റെ കേസിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ഇൻ്റഗ്രൽ എക്സ്പൊണൻഷ്യലും ഫങ്ഷനും കൂടി വരുന്ന ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 0. ദിസ് ഈസ് ദ ജോർദാൻ ലെമ്മ തിയറം. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ മൂന്നാമത്തെയും നാലാമത്തെയും ആപ്ലിക്കേഷൻസ് നമ്മൾ പഠിക്കുന്നത്. സോ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.